ലൈവിലെ അപ്സര, ജിൻഡോ, രതീഷ് എന്നിവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. പവർ റൂമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ആരെല്ലാമാണ് പവർ റൂമിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാണ്. അപ്പോൾ അവിടെ അപ്സരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്സരയുടെ പ്ലാൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ പറയുന്നുണ്ട് അപ്സര അവിടെ, ഞാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും പവർ റൂമിലേക്ക് ഇടുന്നത്. വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പുറത്തു നിർത്തും. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ പവർ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കളിക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ കളിക്കേണ്ട മത്സരാർത്ഥികൾ, നല്ല സ്ട്രോങ് ആയിട്ട് ഇത്രയും നാളും കളിച്ച മത്സരാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന ഒരു സന്ദർഭം വരും. അതിന് ഞാൻ അനുവദിക്കില്ല. അങ്ങനെ യോഗ്യതയുള്ള മത്സരാർത്ഥികൾ പുറത്തു പോകാനായിട്ട് ഞാൻ വിചാരിക്കില്ല. എനിക്ക് വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ പുറത്തു പോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഋഷി അങ്ങനെയല്ല ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നവിടെ പറയുന്നുണ്ട് അപ്സര. അപ്പോൾ രതീഷും ജിൻഡോയും പറയുന്നുണ്ട് അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വീക്കായിട്ടുള്ള മത്സരാർത്ഥികളെ അകത്ത് കയറ്റാനാണെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ അത് ശരിയാവില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്സരയുടെ അടുത്ത്. ജിൻഡോ പറയുന്നത് ഇതാണ്, അവിടെ ഋഷിയുടെ അടുത്ത് ഒന്ന് അപ്സര പോയി സംസാരിച്ച് നോക്ക്. സംസാരിച്ച് അതൊന്ന് സോൾവ് ചെയ്ത് അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീക്കായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലേക്ക് കടത്തരുത്, സ്ട്രോങ് ആയിട്ടുള്ളവരെ കടത്താനായിട്ടൊന്ന് പറഞ്ഞു നോക്ക് എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ രതീഷും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു നോക്ക് എന്നുള്ളത്. അപ്പോൾ അവിടെ അപ്സര പറയുന്നുണ്ട് ഞാൻ ചെന്നിട്ട് ഋഷിയുടെ അടുത്താണ് സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ ജിൻഡോ പറഞ്ഞു അത് ശരിയാണ്, നന്നായിട്ടുണ്ട്, രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പുള്ള ആൾക്കാർ ചെന്നിട്ട് അവിടെ ചെന്ന് ഉപദേശിക്കുകയും നല്ല കാര്യമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് പറഞ്ഞു എന്തായാലും അടുത്ത ആഴ്ച അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പവറും ഞാൻ പൊളിച്ചടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോയും പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് പവർ റൂം ഞാൻ പൊളിച്ചെടുക്കാനായിട്ട് ഓൾറെഡി ഞാൻ തീരുമാനിച്ചതാണ്. ഇങ്ങനെയാണ് അവരുടെ തീരുമാനമെങ്കിൽ, വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടാണ് അവര് അത് ചെയ്യുന്നതെങ്കിൽ ഋഷിനെയും പൊളിച്ചെടുക്കും എന്നാണ് ഇപ്പൊ ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. ജിൻഡോയും രതീഷും കൂടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. രതീഷ് പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് ഞാൻ ഇവിടെ ഉണ്ടോ ഋഷിനെ വലിച്ചു കയറി ഒട്ടിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെ ഋഷി എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ്. ഋഷി എടുക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെയാണോ പവർ റൂമിലേക്ക്, അതോ വീക്കായിട്ടുള്ളവരെയാണോ? അങ്ങനെ വീക്കായിട്ടുള്ളവരെ പവർ റൂമിലേക്ക് കയറ്റിക്കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്താക്കാനുള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ഋഷി അവരെന്തായാലും വെറുതെ വിടില്ല. ജിൻഡോയ് ആണെങ്കിലും രതീഷ് ആണെന്നുണ്ടെങ്കിലും വെറുതെ വിടില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഋഷി അവിടെ തീരുമാനം എടുത്തിട്ടുള്ളത് വീക്കായിട്ടുള്ള ആൾക്കാരെ പവർ റൂമിലേക്ക് കയറ്റി സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്ത് നിർത്തി സ്ട്രോങ് ആയിട്ടുള്ള 2 മത്സരാർത്ഥികളെ പുറത്താക്കുക എന്നുള്ള തീരുമാനമാണ് അവിടെ ഋഷിയും അഭിഷേകും കൂടി എടുത്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അതിനെ പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഋഷി എത്തിയിരുന്നത്. ആ ഒരു തീരുമാനമാണ് ഋഷി നടപ്പിലാക്കുന്നതെങ്കിൽ എന്തായാലും അവിടെ പുറത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾ, സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടിയിട്ട് ഋഷിയെ അറ്റാക്ക് ചെയ്യും, പവർ റൂമിനെയും അറ്റാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജിൻഡോ അത് ഇന്നലെയും ഇന്നുമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്.